കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് ഇത്തവണയും ഇരുട്ടടി. കൊച്ചി, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്നവരെ അപേക്ഷിച്ച് കരിപ്പൂരിൽ നിന്ന് പോകുന്നവർ 40,000 രൂപ അധികമായി നൽകണം. 1,25,000 രൂപയാണ് കരിപ്പൂരിൽ നിന്നുള്ള നിരക്ക്. 24 ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ വിഷയത്തിൽ ഇടപെടണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞ തുകയാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? അത്തരം ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. കരിപ്പൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്ന തീർത്ഥാടകർക്കാണ് ഇത്തവണയും ഇരുട്ടടി ഉണ്ടായിരിക്കുന്നത്. മറ്റു വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് 40,000 രൂപയോളമാണ് കരിപ്പൂർ വഴി പോകുന്ന തീർത്ഥാടകർ അധികമായി നൽകേണ്ടത്. ഈ കൊച്ചിയിൽ നിന്നും 86,000 രൂപയും കണ്ണൂരിൽ നിന്ന് 87,000 രൂപയുമാണ് നിലവിലെ നിരക്ക്. എന്നാൽ കരിപ്പൂരിൽ നിന്ന് 1,25,000 രൂപയാണ് ഒരു യാത്രക്കാരൻ നൽകേണ്ടത്. ഇതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, നിലവിൽ ഈ ടെൻഡറുമായി ബന്ധപ്പെട്ട് എയർ ഇന്ത്യ മാത്രമായിരുന്നു പങ്കെടുത്തത്. അങ്ങനെ എയർ ഇന്ത്യ നിശ്ചയിച്ച നിരക്കാണത്. എയർ ഇന്ത്യ മാത്രമാണ് ഈ ഹജ്ജ് സർവീസ് നിലവിൽ കരിപ്പൂരിൽ നിന്ന് നടത്തുന്നത് എന്നുള്ളതുമാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഈ സാഹചര്യത്തിലാണ് ഈ നിരക്ക് വർദ്ധിക്കാൻ കാരണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തവണ ആദ്യഘട്ടത്തിൽ കരിപ്പൂർ വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്ന ഒരാൾക്ക് 1,65,000 രൂപയോളമായിരുന്നു നിശ്ചയിച്ചതെങ്കിൽ പിന്നീട് കടുത്ത പ്രതിഷേധം ഉയർന്ന ഒരു സാഹചര്യത്തിൽ അത് നിരക്ക് കുറച്ച് 1,27,000 ആക്കി ചുരുക്കിയിരുന്നു. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ 2,000 രൂപ കുറവാണെങ്കിലും മറ്റു വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് 40,000 രൂപയാണ് അധികമായി നൽകേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യമന്ത്രിയോട് ഒരു ഇടപെടൽ തേടിയിട്ടുണ്ട്. ഈ നിരക്ക് കുറക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയും വേണ്ട ഇടപെടൽ നടത്തുമെന്നുള്ളതാണ് ഈ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോടും വ്യക്തമാക്കിയിരിക്കുന്നത്. അനുജ, അതാണ് ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, ഹജ്ജ് കമ്മിറ്റി ചെയർമാനാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രതികരണം, ഹജ്ജ് യാത്രാ നിരക്കിലെ വർധനവിൽ മന്ത്രി V അബ്ദുറഹ്മാൻ അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നിരക്ക് കുറയ്ക്കാൻ ഹജ്ജ് കമ്മിറ്റി സാധ്യമായതെല്ലാം ചെയ്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ വ്യോമയാന മന്ത്രിയെയും എയർ ഇന്ത്യ MD കാണുമെന്നും ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് 24 പറഞ്ഞു. ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ് ഹജ്ജിന്. അവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടായിരിക്കില്ല ഇത്? എയർ ഇന്ത്യക്ക് കോഴിക്കോട് നിന്ന് 1.25 ലക്ഷത്തിലധികം വരും എന്ന് പറയുമ്പോൾ ഒരു 40,000 രൂപയോളം വ്യത്യാസമുണ്ട്. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കമില്ലാത്ത കാര്യമാണ്, അവർക്ക് വല്ലാത്ത പ്രയാസം വരും എന്നത്. സാധ്യമായ എല്ലാ കാര്യങ്ങളും ഇത് ഈ ഫെയർ കാലിക്കറ്റിൽ നിന്ന് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടതൊക്കെ ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഫലപ്പെടും എന്ന് പ്രത്യാശിക്കുകയും ചെയ്യും. എന്തെങ്കിലും നീക്കങ്ങൾ ഹജ്ജ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഹജ്ജ് കമ്മിറ്റി മാത്രമല്ല, ഹജ്ജിൻ്റെ ചുമതലയുള്ള മിനിസ്റ്റർ, സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർക്കും അതുപോലെ തന്നെ മൈനോറിറ്റി അഫേഴ്സ് മിനിസ്റ്റർക്കും കൂട്ടത്തിൽ പിന്നെ നമ്മുടെ എയർ ഇന്ത്യ MDക്കും ഒക്കെ കത്തയച്ചതുപോലെ തന്നെ ഹജ്ജ് കമ്മിറ്റിയും ഇന്നലെ തന്നെ വളരെ കൃത്യമായി കാര്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ അറിയിച്ചുകൊണ്ട് ഇതിൽ എന്തായാലും ഒരു റിവ്യൂ ആവശ്യമാണെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഇനി ഹജ്ജ് കമ്മിറ്റിയിൽ കൂടുതൽ ചർച്ച നടത്തിയതിന് ശേഷം മന്ത്രിയെയും അതുപോലെ തന്നെ നമ്മുടെ എയർ ഇന്ത്യ MDയെയും ഒക്കെ നേരിട്ട് കാണൽ ആവശ്യമാണെങ്കിൽ അതിനും വേണ്ടത് ചെയ്യാമെന്നാണ് ഇപ്പോൾ തീരുമാനം.